ശർമാജി, നമുക്ക് കത്ത് വന്നിരിക്കുന്നത് സൂററ്റിൽ നിന്നാണ്. ഇന്ദിരാദേവിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറയുന്നതിനോടൊപ്പം പറഞ്ഞത്, എൻ്റെ ജാതകത്തിൽ ലഗ്നത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. ഇത് ദോഷമാണെന്ന് പറയപ്പെടുന്നു, ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ശനിപുത്രനാണ് ഗുളികൻ. മാന്തി എന്ന് പറയും. മാന്തി ജന്മലഗ്നത്തിൽ ശുഭഗ്രഹത്തോടു കൂടി ഒറ്റയ്ക്ക് നിന്നാൽ അത് ചക്രവർത്തിയോ രാജാവോ തത്തുല്യമോ രാജകീയ പ്രൗഢിയോടെയോ ജീവിക്കേണ്ടി വരും, ജീവിക്കും എന്ന്. വലിയ പഠിത്തമോ വലിയ വിജ്ഞാനമോ വലിയ സൗന്ദര്യമോ ആരോഗ്യമോ ബുദ്ധിയോ യുക്തിയോ ഒന്നുമില്ലെങ്കിലും സുഖം അനുഭവിക്കാനായി ഏതോ പൂർവികന്മാർ ചെയ്ത ഗുണങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. വലിയ പഠിത്തമൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശുഭഗ്രഹങ്ങളൊന്നും ദൃഷ്ടിയില്ലാതെ ലഗ്നത്തിൽ ഗുളികൻ നിന്നാൽ ക്രൂരത, വഞ്ചന, ചതി, വെട്ടിപ്പ്, തട്ടിപ്പ്, പ്രകൃതി വിരുദ്ധം, ഇങ്ങനെയൊക്കെയുള്ള മദ്യപാനം, മയക്കുമരുന്ന്, ഇപ്രകാരങ്ങളിലേക്ക് തിരിയുമെന്നാണ്. ഈ മരത്തിൻ്റെ ശുഭഗ്രഹ ദൃഷ്ടിയുണ്ട്. വ്യാജഗ്രഹം ദൃഷ്ടി ചെയ്യുന്നു 9-ാം ഭാവത്തിലേക്ക്. അതായത് 9-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യാജഗ്രഹം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് 1000 ദോഷങ്ങളെയും സൂര്യകിരണങ്ങളാൽ മഞ്ഞുരുകുന്ന പോലെ 1000 ദോഷം ഗുരു ഹന്തി ചെയ്യുമെന്നാണ്. വ്യാജഗ്രഹം, ബൃഹസ്പതി എന്നൊക്കെ പറയുന്ന ആ സർവേശ്വരകാരകനായ വ്യാജഗ്രഹം ഈ ദോഷത്തെ ഹനിച്ചു കളയുകയും വലിയ പഠിപ്പും പത്രാസും സൗന്ദര്യമൊന്നുമില്ലെങ്കിലും രാജകീയ സമാനമായ ഒരു സൗഖ്യത്തോടു കൂടി മറ്റു വലിയ വലിയ ഡിഗ്രിയും പദവിയും ഒക്കെ ഉള്ളവരെക്കാൾ കര ഗ്രാമ സിറ്റികളിൽ ശ്രദ്ധേയമായും അനവധി ആളുകൾക്ക് പുണ്യം ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഴിവ്, ഒരു യോഗം കിട്ടിയവളായും ഫലം എന്ന് പറഞ്ഞാൽ അനേകായിരങ്ങൾക്ക് ഗുണം ചെയ്യും. ധനധാന്യ സമേതം ആയുരാരോഗ്യക്ഷേമത്തോടു കൂടി ജീവിക്കും എന്നർത്ഥം. ഗുളികനെ പ്രസാദിപ്പിക്കുക, അതുപോലെ തന്നെ ഗുളികൻ പാട്ട് നടത്തുക സർപ്പക്ഷേത്രത്തിൽ. ഇപ്രകാരമുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. നല്ല യോഗമുള്ള ചക്രവർത്തിനിക്ക് തുല്യമായ യോഗമാണ്. ശുഭഗ്രഹ ദൃഷ്ടിയുണ്ട്. ഒത്തിരി പേർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യും, ആരാധ്യയായി തീരും. വലിയ പഠിപ്പോ പത്രസോ ഒന്നും വേണമെന്നൊന്നുമില്ല, നല്ല നിലയിൽ പോകും എന്ന് തന്നെയാണ് കാണുന്നത്. നന്ദി, നമസ്കാരം.